ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു സേമിയ ഉപ്മാവാണ്. നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ ഈ ഒരു ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് അങ്ങോട്ട് കനം കുറഞ്ഞിട്ടുള്ള ഒരു മീഡിയം വലുപ്പത്തിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കട്ടിയുള്ളതാണെന്നുണ്ടെങ്കിൽ അതും എടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതുള്ളത് കൊണ്ട് ഞാൻ ഇത് എടുത്തുന്നുള്ളൂ കേട്ടോ. ഉപ്മാവ് ഉണ്ടാക്കി വരുമ്പോൾ ഒന്നും കൂടെ ഡ്രൈ ആയിട്ടും അതുപോലെ വിട്ട് കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. ഞാനിവിടെ നെയ്യും എണ്ണയൊന്നും ചേർക്കാതെ തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇപ്പം ഇതുപോലെ ചൂടായിട്ടുള്ള ഒരു കടായിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സേമിയ. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. തീ ഒരുപാട് കൂട്ടി വെക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാൻ വേണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവേ. ഇപ്പം ഇതാ കുറച്ച് സമയം ആയപ്പോൾ തന്നെ സേമിയൊക്കെ ഒന്ന് ചെറുതായിട്ട് കളർ മാറി നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ ഒരു ചൂടുള്ള പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കണം. എങ്കിൽ ആ പാത്രത്തിന്റെ ചൂട് കൊണ്ട് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഞാനിത് അതേ കടായി തന്നെ വീണ്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയും നെയ്യും നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നിലക്കടല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഈ എണ്ണയിൽ നെയ്യിലിട്ടിട്ടൊന്ന് വറുത്ത് കോരാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കടല താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാഷ്നട്ടൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ ഒന്ന് വറുത്ത് കോരി വെക്കാം കേട്ടോ. ഇനി അതുപോലെ തന്നെ രണ്ടും ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ രണ്ടും ചേർത്ത് കൊടുക്കാം. കടലയും ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ തീ വെച്ചിട്ട് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് തീയൊക്കെ കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. ഇപ്പം ഇതാ കടലയൊക്കെ ഒന്ന് പൊട്ടി കളറൊക്കെ ഒന്ന് മാറി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ എണ്ണയിൽ നിന്ന് ഇതൊന്ന് കോരിയിട്ട് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ അതേ എണ്ണയിലേക്ക് തന്നെ ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഉഴുന്നും ചെറുതായിട്ടൊക്കെ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ രണ്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്നൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഉടനെ തന്നെ നമുക്ക് ഇതിലേക്ക് സവോള ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഞാനിവിടെ ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ. ഒരുപാട് നേരം വഴറ്റി ഉള്ളി കളർ മാറി ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ. ഇപ്പൊ ഇതാ ഉള്ളി നമുക്കൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് പച്ചക്കറികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഞാനിവിടെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റ് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 15 ബീൻസ് ഇതുപോലെ വട്ടത്തിലൊന്ന് കനം കുറച്ചരിഞ്ഞതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ബീൻസും ക്യാരറ്റും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് ഇളക്കി വഴറ്റി കൊടുക്കാം. ഒരുപാട് നേരം ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. പച്ചക്കറികൾ ഒരുപാട് അങ്ങോട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഒരു 1 മിനിറ്റ് ഒക്കെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയേ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു സേമിയയ്ക്ക് ഈ വെള്ളം കറക്റ്റാണ്. അപ്പോൾ ഓരോ സേമിയയ്ക്ക് അനുസരിച്ചും വെള്ളത്തിന്റെ അളവിൽ കുറച്ച് മാറ്റം വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. വെള്ളം ചേർത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ചും കൂടെ വേണമെന്ന് തോന്നിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരട്ടെ. ഇപ്പം ഇതാ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് വേണം നമുക്ക് വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം സേമിയ ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു 3 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഇപ്പം ഇതാ 3 മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ സേമിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങുന്നുണ്ട്. കുറച്ചും കൂടെയൊക്കെ വെള്ളം ഒന്ന് വറ്റി കിട്ടാനുണ്ട് നമുക്ക്. അപ്പം ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. എന്നിട്ട് നമുക്ക് വീണ്ടും അടച്ചു വെക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ അടച്ചു വെക്കുന്ന സമയത്ത് ഒരു 3 മിനിറ്റ് തന്നെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ചു വെച്ചാൽ മതി. നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് അടച്ചു വെച്ചിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും തുറക്കാതെ തന്നെ ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കാം. അപ്പോഴത്തേക്ക് ആ സേമിയയിലുള്ള എക്സസ് എന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടെങ്കിലൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ട് നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇത് ഒരു 5 മിനിറ്റിന് ശേഷം ഞാനിവിടെ തുറന്ന് നോക്കുന്നുണ്ട്. ഇപ്പൊ വെള്ളമൊക്കെ വറ്റി സേമിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്മാവ് ഈ ഒരു സമയത്ത് ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ വെള്ളമുള്ള പോലെയൊക്കെ തോന്നും. പക്ഷെ നമ്മൾ ചെറുതായിട്ടൊന്ന് തണുത്ത് വരുന്ന സമയത്ത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിക്കൊള്ളൂ കേട്ടോ നമുക്ക്. നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കടലയുണ്ടല്ലോ, അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇപ്പം നിങ്ങൾക്ക് കാണാം ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നപ്പോൾ തന്നെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു വെള്ളത്തിന്റെ അംശമൊക്കെ പോയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സേമിയൊക്കെ ഒട്ടിപ്പിടിക്കാതെ നല്ല വേറിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയണം. നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.